ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക്. വെനീസിലെ രണ്ടാമത്തെ ദിവസത്തിലെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. അവിടെ ഒരു വാഫിൾ സ്റ്റേഷൻ ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ മോൾക്ക് വാഫിൾ വേണമെന്ന് പറഞ്ഞു. വാഫിൾ ഉണ്ടാക്കാൻ വെച്ചിട്ട് മോളോട് അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ പോയിട്ട് എല്ലാ ഡിഷസും എടുത്ത് ടേബിളിൽ വെച്ചു. നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ഈ ഹോട്ടലിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് നല്ലപോലെ ഇഷ്ടമായി. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ഉടനെ തന്നെ ഞങ്ങൾ ബോട്ടെടുത്ത് റിയാൽറ്റോയിലേക്ക് വന്നു. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ റിയാൽറ്റോനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെനീസിലെ വൺ ഓഫ് ദ മെയിൻ അട്രാക്ഷൻസ് ആണ് റിയാൽറ്റോ. നമ്മൾ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ കാണുന്ന ഒരുവിധ എല്ലാ വെനീസിലെ വീഡിയോസും ഇവിടെ നിന്നായിരിക്കും ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഇതാണ് വെനീസിലെ മെയിൻ ടൂറിസ്റ്റ് ഹബ്ബ്. എല്ലാവരെയും പോലെ ഇവിടെ വന്നിട്ട് ഗോണ്ടല റൈഡ് ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഗോണ്ടല റൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാണുന്ന കറുപ്പ് തോണിയില്ലേ, അതിലുള്ള യാത്ര. വെനീസ് എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ വരുന്നത് കനാലും പിന്നെ ആ തോണിയിലുള്ള യാത്രയൊക്കെ ആയിരിക്കില്ലേ. അത് തന്നെയാണ് എൻ്റെ മനസ്സിലുള്ളത്. അപ്പോൾ അതാണ് ഉദ്ദേശം. പക്ഷേ ആദ്യം ഈ സ്ഥലമൊക്കെ ഒന്ന് കണ്ടിട്ട് നമുക്ക് ഗോണ്ടല റൈഡിന് പോവാം. നല്ല വെയിലുണ്ടായിരുന്നു. നല്ല വെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വെയിൽ. ഇറ്റലിയിലെ സമ്മർ എന്ന് പറയുമ്പോൾ നല്ല ചൂടാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. പക്ഷേങ്കിൽ വെനീസ് കുറച്ച് കുഴപ്പമില്ലാത്ത സ്ഥലമാണ്. അതായത് നോർത്തിലേക്ക് വരികയാണല്ലോ വെനീസൊക്കെ. എന്നാലും സീ സൈഡ് ആയതുകൊണ്ട് ചൂടുണ്ടാവും. റൂമിലേക്കൊന്നും ഈ സമയത്ത് ഒട്ടും പോകാൻ പറ്റില്ല, നല്ല ചൂടായിരിക്കും. സൗത്ത് സൈഡാണല്ലോ റോം. പക്ഷേ വെനീസ് റോമിനെ അപേക്ഷിച്ചിട്ട് അത്ര ചൂടില്ല, എന്നാലും നല്ല വെയിലുണ്ട് കേട്ടോ. ഈ ഒരു ഏരിയയിൽ നമ്മൾ എത്ര വേണ്ടാന്ന് വെച്ചാലും എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങിപ്പോവും. അങ്ങനെ കുറച്ച് സൂനീസൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ നടക്കുകയാണിപ്പോൾ. റിയാൽറ്റോയിലൊരു ചേർച്ച് ഉണ്ട്, അത് കാണാനായിട്ടാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ഇതാണ് ചേർച്ച് ഓഫ് സാൻ സാൽവഡോർ ആണിത്. ഈ ചേർച്ച് കണ്ടപ്പോൾ എനിക്ക് റോമിലെ പഴയകാല കെട്ടിടങ്ങളെയാണ് ഓർമ്മ വന്നത്. ഈ ചേർച്ച് ആദ്യമായി നിർമ്മാണം ആരംഭിച്ചത് 1177 ഇപ്പോഴത്തെ ഈ സ്ട്രക്ചറിൻ്റെ പണി പൂർത്തിയായത് 1663. ചേർച്ചിൻ്റെ ഉൾവശമൊക്കെ കണ്ടിട്ട് പുറത്തിറങ്ങിയപ്പോഴാണ് ചേർച്ചിൻ്റെ ഒരു സൈഡിലായിട്ട് ഒരു ബിൽഡിംഗ് ശ്രദ്ധിച്ചത്. ആദ്യം വിചാരിച്ചത് ചേർച്ചിൻ്റെ ഭാഗമായിട്ടുള്ള എന്തെങ്കിലും കെട്ടിടമായിരിക്കും എന്നാണ്. അടുത്ത് പോയപ്പോഴാണ് മനസ്സിലായത് അതൊരു കോൺസേർട്ട് വെന്യൂ ആണ്, കൂടാതെ കൾച്ചറൽ ഇവൻറ്റ്സ് ഒക്കെ നടക്കുന്ന സ്ഥലമാണെന്ന്. ഞങ്ങൾ പോയ സമയത്ത് അവിടെ ഒരു പെയിൻറ്റിങ് എക്സിബിഷൻ നടക്കുന്നുണ്ടായിരുന്നു. ഗ്രൗണ്ട് ഫ്ലോറിൽ ഫ്രീ എൻട്രി ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ വെറുതെ ഒന്ന് കയറിയിട്ട് പെയിൻറ്റിങ് ഒക്കെ കണ്ടിട്ട് തിരിച്ചിറങ്ങി. പിന്നെ ഞങ്ങൾ കുഞ്ഞു കുഞ്ഞു ഇടവഴികളിലൂടെയൊക്കെ നടക്കാൻ തുടങ്ങി. ഇടയ്ക്ക് കണ്ട ഈ കാഴ്ച നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞങ്ങൾ വിചാരിച്ചു ഇവിടെയായിരിക്കും ഗോണ്ടല റൈഡ് നടക്കുന്ന സ്ഥലം എന്ന് വിചാരിച്ചിട്ട് കുറേ നേരം ഞങ്ങൾ ഈ റൈഡ് ചെയ്യുന്ന ആളെയും വെയിറ്റ് ചെയ്ത് നിന്നു. പക്ഷേങ്കിൽ ഇവിടെ നിന്നായിരുന്നില്ല അത് സ്റ്റാർട്ടിങ് എന്ന് ഞങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി. ഞങ്ങൾ തിരിച്ചു പോയി. അവിടുന്ന് പോരുന്നതിന് മുമ്പ് കുറച്ച് ഫോട്ടോസ് എടുത്ത് ഗോണ്ടല ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് കുറച്ച് പേര് ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ഞങ്ങളും എടുത്തു. ഇവിടെ എന്തെങ്കിലും ഒരു പ്രത്യേകതയുള്ള കാഴ്ചകളുണ്ടോ എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ ഇവിടെ ഒരു ചെറിയ പാലസ് ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് നടന്നു. പാലസിലെ ഈ സ്പൈറൽ സ്റ്റെയർ കേസ് ആണ് ഫേമസ്. അത് കാണാനായിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. ആ സ്റ്റെയർ കേസിലൂടെ മുകളിൽ കയറിയാൽ വെനീസിൻ്റെ ഒരു പനോറമിക് വ്യൂ കിട്ടും. പക്ഷേ അന്ന് അത് ക്ലോസ്ഡ് ആയിരുന്നു, അതുകൊണ്ട് ഉള്ളിലേക്ക് പോകാൻ പറ്റിയിട്ടില്ല ഞങ്ങൾക്ക്. അവിടെ വേറൊന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് ഞങ്ങൾ തിരിച്ച് നടന്നു. വെനീസിൻ്റെ തെരുവിലൂടെ വെറുതെ നടക്കുകയാണ് ഇപ്പോൾ, നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട്. ഇവിടെ ഒരുപാട് ഷോപ്പുകളുണ്ട്. ഷോപ്പിംഗ് ഇഷ്ടമുള്ളവർക്ക് പറ്റിയൊരു സ്ഥലമാണ്. ഞങ്ങൾ പിന്നെ അങ്ങനെ ഷോപ്പിംഗ് ചെയ്യാറില്ല, പകരം ഇങ്ങനെയുള്ള ജെലാറ്റോകളൊക്കെ വാങ്ങി കഴിച്ചു നടന്നു. ഇനി നമുക്ക് ഗോണ്ടോളയിൽ കയറാനായിട്ട് പോവാം. ഇങ്ങനെയുള്ള സ്ഥലത്തു നിന്നാണ് ഗോണ്ടല സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെയുള്ള ഗോണ്ടലകളൊക്കെ റൈഡിന് പോയിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്തു. ഏതെങ്കിലും ഒന്ന് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പോവാലോ എന്ന് വിചാരിച്ചിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടും വരാത്തത് കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ആ കാണുന്ന ബ്രിഡ്ജ് ക്രോസ് ചെയ്തിട്ട് ആ ഭാഗത്ത് പോയിട്ട് അവിടെ നിന്ന് ഗോണ്ടല റൈഡ് എടുക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ പബ്ലിക് ട്രാൻസ്പോർട്ടായ വാട്ടർ ബസ് കൂടാതെ വാട്ടർ ടാക്സി ഉണ്ട് കേട്ടോ. അതിൻ്റെ പ്രൈസ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷനേക്കാളും കൂടുതലായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടാതെ ലക്ഷറി ബോട്ട് റൈഡ് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സംവിധാനവും ഇവിടെ കാണാം നിങ്ങൾക്ക്. ലക്ഷറി ബോട്ട് റൈഡൊന്നും ഞങ്ങളുടെ ലിസ്റ്റിലുണ്ടായിരുന്നില്ല. ഗോണ്ടല റൈഡ് മാത്രമാണ് ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നൊരാഗ്രഹം. അപ്പോൾ അതിനായിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്.
ഒരു ഗോണ്ടോളയിൽ 5 പേർക്ക് കയറാം. 5 പേർക്കും കൂടിയിട്ട് 90 യൂറോ ആണ് നമ്മൾ പേ ചെയ്യേണ്ടത്. ഇപ്പം നമ്മൾ 3 പേര് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ 2 പേര് മാത്രമേ ഉള്ളൂ എങ്കിലും ഒരു റൈഡാണല്ലോ നമ്മൾ എടുക്കുന്നത്, നമ്മൾ 90 യൂറോ തന്നെ പേ ചെയ്യണം. അങ്ങനെ വെനീസ് കനാലിലൂടെ ഗോണ്ടലയിലൂടെയുള്ള യാത്ര എന്നൊരു ആഗ്രഹം ഇവിടെ സഫലമാകാണ്. പക്ഷേ ഞങ്ങൾക്കൊരു പണി കിട്ടി. അതായത് ഞങ്ങൾ ചെയ്തൊരു വിഡ്ഢിത്തമാണ് പറയാൻ പോകുന്നത്. നല്ല വെയിലുള്ള സമയത്തായിരുന്നു ഞങ്ങൾ ഈ റൈഡ് എടുത്തിരുന്നത്. നല്ല വെയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നട്ടുച്ചക്ക് എങ്ങനെ വെയിലുണ്ടാവും, നിങ്ങൾ ഇറ്റലിയിലെ നട്ടുച്ചക്ക് എങ്ങനെ വെയിലുണ്ടാവുമെന്ന് ചിന്തിച്ച് നോക്ക്. അങ്ങനെ ഒരു നല്ല വെയിലുള്ള സമയത്താണ് നമ്മൾ ശരിക്കും എന്താ പറയുക, ഉരുകുകയായിരുന്നു എന്ന് പറയാം. പക്ഷെ നല്ലൊരു അനുഭവം തന്നെയായിരുന്നു. എന്നാലും ഞങ്ങൾക്ക് പറ്റിയ അമളി നിങ്ങൾക്ക് പറ്റാതിരിക്കാൻ ഞാൻ പറയുകയാണ്, കുറച്ച് നേരത്തെ വന്നിട്ട് ഈ റൈഡ് എടുക്കുക. വെയിലൊക്കെ വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ വെയിലൊക്കെ കുറഞ്ഞതിന് ശേഷം ഈ റൈഡ് എടുക്കുക. എന്നാൽ കുറച്ചുകൂടെ നന്നായിട്ട് ആസ്വദിക്കാൻ സാധിക്കും. വെനീസിലെ കനാൽ യാത്രക്കിടയിൽ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യങ്ങൾ ഈ കെട്ടിടങ്ങളാണ്. വെള്ളത്തിലാണല്ലോ കെട്ടിടങ്ങൾ കിടക്കുന്നത്. എങ്ങനെയായിരിക്കും ഇത് ഇവിടെ നിർമ്മിച്ചിട്ടുണ്ടാവുക, എങ്ങനെയാണ് കേടുപാടൊന്നും കൂടാതെ ഇത് നിലനിൽക്കുന്നത് എന്നൊക്കെയായിരുന്നു എൻ്റെ ചിന്തകൾ. പിന്നെ പല കളറുകളിലാണ് കെട്ടിടങ്ങളൊക്കെ ഉണ്ടായിരുന്നതെങ്കിലും എല്ലാ പെയിൻറ്റിങ്ങും മങ്ങിയതായിരുന്നു. അവർ റീപെയിൻ്റൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് മങ്ങിയ ഒരു പെയിൻ്റ് ആയതുകൊണ്ട് ആദ്യമൊക്കെ നമുക്ക് എന്താ ഇങ്ങനെയെന്ന് തോന്നുമെങ്കിലും കണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനോടൊരു ഇഷ്ടം തോന്നി തുടങ്ങി. റൈഡ് കഴിഞ്ഞ് തിരിച്ച് വരുമ്പോഴത്തേക്ക് വെയിലൊക്കെ കൊണ്ട് ഞങ്ങൾ നല്ലപോലെ ക്ഷീണിച്ചിരുന്നു. എന്തെങ്കിലും വെള്ളമൊക്കെ കുടിക്കണം എന്നുള്ളൊരാഗ്രഹത്തോടെയാണ് ഞങ്ങൾ തിരിച്ചിറങ്ങിയത്. സ്വതവേ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞ് സ്ഥലങ്ങളൊക്കെ കാണാനിറങ്ങി. സ്ഥലങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് റൂമിലേക്ക് പോകുന്ന സമയത്തിന് മുന്നെയാണ് ഞങ്ങൾ എന്തെങ്കിലും ഫുഡ് കഴിക്കുക. പക്ഷേ ഇത്തവണ ഞങ്ങൾക്ക് നല്ലപോലെ ക്ഷീണമായിരുന്നു. അതുകൊണ്ട് അവിടെ കണ്ടൊരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് സീ ഫുഡ് പാസ്തകളും മറ്റു ഫുഡുകളൊക്കെ കഴിച്ചു. കുഴപ്പമുണ്ടായിരുന്നില്ല. എനിക്ക് ഓക്കെ ആയിരുന്നു, പക്ഷേ മറ്റുള്ളവർക്കൊന്നും വലിയ ഓക്കെ ആയിരുന്നില്ല. ഇനി നമ്മൾ റിയാൽറ്റോന്ന് ഞങ്ങളുടെ റൂമിലേക്ക് പോവാണ്. അതിനായിട്ട് വാട്ടർ ബസ് എടുക്കാനായിട്ട് സ്റ്റോപ്പിൽ വന്നതാണ്. നല്ല തിരക്കുണ്ടായിരുന്നു സ്റ്റോപ്പിൽ. ഈ സമയമായതുകൊണ്ടായിരിക്കണം ഇത്രയും തിരക്ക്. റൂമിലെത്തിയപ്പോൾ മോനും മോളും പറഞ്ഞു, ഇനി ഞങ്ങൾ എവിടേക്കുമില്ല, വെയിൽ കൊള്ളാൻ വയ്യ, ഞങ്ങൾ റൂമിലിരുന്നോളാം, ഉപ്പയും ഉമ്മയും പോയിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും നിഷാദും വീണ്ടും സ്ഥലങ്ങൾ കാണാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു സൺസെറ്റ് കാണണമെന്ന്. അങ്ങനെയൊക്കെയുള്ള ആഗ്രഹത്തിലാണ് ഇറങ്ങിയിരിക്കുന്നത്. നടക്കുമോ എന്ന് നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ പോകുന്നത് സാൻ സെക്കറിയയിലേക്കാണ്. അക്കാഡമിയക്കും സാൻ സെക്കറിയയ്ക്കും ഇടയിലുള്ള നല്ല കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടത്. നമ്മളിപ്പോൾ സാൻ സെക്കറിയയിൽ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ സാൻ സെക്കറിയയിൽ വന്നപ്പോൾ ഉള്ള കാഴ്ചകളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും വിശദമായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇത്തവണ കുറച്ച് നല്ല വിശദമായിട്ട് തന്നെ സാൻ സെക്കറിയ കാണിച്ചു തരുന്നതാണ്. നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. സാൻ സെക്കറിയ റിയാൽറ്റോ എന്ന് വ്യത്യാസമാക്കുന്നത് ഇവിടുത്തെ പാലസും കത്തീഡ്രലൊക്കെയാണ്. നല്ല ഭംഗിയുള്ള കെട്ടിടങ്ങളാണ് ഈ സാൻ സെക്കറിയയിലുള്ളത്. റിയാൽറ്റോയിലെ കെട്ടിടങ്ങളെക്കുറിച്ച് ഞാൻ ഗോണ്ടല റൈഡിനിടയിൽ പറഞ്ഞല്ലോ. അതിലെ കളർ മങ്ങിയ കാര്യങ്ങളും പിന്നെ കനാലിനോടടുത്താണ് ഉള്ളതെന്നുള്ള കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ റിയാൽറ്റോയുടെ ഭംഗിയും സാൻ സെക്കറിയയുടെ ഭംഗിയും വേറെ തന്നെയായിരുന്നു. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നല്ലോ, ഡോജ് പാലസ്. എന്തായാലും ഡോജ് പാലസിൽ ഇത്തവണയും ഞങ്ങൾ കയറുന്നില്ല. ഞങ്ങൾ സാൻ സെക്കറിയയിൽ വീണ്ടും വരാൻ കാരണം ബെൽ ടവറിൻ്റെ മുകളിലേക്ക് കയറാനായിട്ടാണ്. ഇതാണ് ബെൽ ടവർ. ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് വെനീസിൻ്റെ പാനോറാമിക് വ്യൂ കാണാനായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ ടിക്കറ്റ് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, ഓൺലൈനിൽ നിന്ന് എടുക്കണമായിരുന്നു. അവിടെ ഒരു QR കോഡ് ഉണ്ടായിരുന്നു, അത് സ്കാൻ ചെയ്തിട്ട് നമുക്ക് ഓൺലൈനിൽ നിന്ന് ടിക്കറ്റ് എടുക്കാം. അങ്ങനെ ഓൺലൈനിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ ഇപ്പോൾ എലിവേറ്ററിൽ കയറാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ChatGPT പറഞ്ഞത് മുകളിലേക്ക് പോകാനായിട്ട് സ്റ്റെയേഴ്സോ അല്ലെങ്കിൽ എലിവേറ്ററോ യൂസ് ചെയ്യാമെന്നാണ്.
അന്ന് വന്ന സമയത്ത് സ്റ്റേഴ്സ് ക്ലോസ്ഡ് ആയിരുന്നു. എനിക്ക് തോന്നുന്നത് നമ്മൾ ലേറ്റ് ആയിട്ടാണ് വന്നിരുന്നത്. ഒരു ഓൾമോസ്റ്റ് ഇതിലേക്കുള്ള എൻട്രി ക്ലോസ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ കയറുന്നുണ്ടായിരുന്നത്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു സ്റ്റേഴ്സ് അവർ ക്ലോസ് ചെയ്തിരിക്കുന്നത്, എലിവേറ്റർ മാത്രം വെച്ചത്. എന്തായാലും ഞങ്ങൾ എലിവേറ്ററിൽ കയറാൻ മാത്രമായിട്ടാണ് വന്നത്. എന്തായാലും സ്റ്റേഴ്സ് എടുക്കുന്നില്ല എന്ന ഉദ്ദേശത്തിൽ തന്നെയാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് നിരാശയൊന്നും തോന്നിയില്ല. ഇവിടുന്ന് നമുക്ക് വെനീസിൻ്റെ ഒരു പനോരമിക് വ്യൂ കിട്ടുന്നതാണ്. നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് നമ്മളിവിടുന്ന് കാണുന്നത്. 4 സൈഡിൽ നിന്നും 4 തരത്തിലുള്ള കാഴ്ചകളായിരുന്നു കാണാൻ പറ്റുന്നുണ്ടായിരുന്നത്. സത്യം പറയാലോ, വെനീസിൻ്റെ എലിവേറ്റഡ് വ്യൂ ഇങ്ങനെയായിരിക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു. കാരണം എന്താ വെച്ചാൽ നമ്മളിങ്ങനെ കനാലിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ കാണുന്ന ബിൽഡിങ്ങുകളൊക്കെയാണല്ലോ നമ്മളുടെ മനസ്സിലുള്ളത്. അതുകൊണ്ട് കനാൽ സൈഡിലുള്ള കെട്ടിടങ്ങൾ മാത്രമാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. അതിന് പിറകിലായിട്ട് കുറേ കെട്ടിടങ്ങളുണ്ട്. പിന്നെ വെനീസ് ഒരുപാട് കെട്ടിടങ്ങളുള്ള സ്ഥലമാണെന്നുള്ളതൊന്നും എൻ്റെ മനസ്സിൽ വരുന്നുണ്ടായിരുന്നില്ല. ഒരു കനാൽ സൈഡിലുള്ള കെട്ടിടങ്ങൾ മാത്രമാണ് എൻ്റെ ചിന്തയിലുണ്ടായിരുന്നത്. അതൊരു വിഡ്ഢിത്ത ചിന്തയാണ് എന്തായാലും. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തി. നല്ല ഭംഗിയുള്ള കാഴ്ചകളായിരുന്നു എല്ലാം. ആ കാണുന്നത് സെയിൻറ്റ് മാർക്സ് ക്ലോക്ക് ടവറും ഓപ്പോസിറ്റായിട്ട് കാണുന്നത് സെയിൻറ്റ് മാർക്സ് ബെസിലിക്കയുമാണ്. ഇപ്പം നിങ്ങൾ കണ്ടതാണ് സെയിൻറ്റ് മാർക്സ് സ്ക്വയർ. സാൻ സെക്കറിയയിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ് ഈ സെയിൻറ്റ് മാർക്സ് സ്ക്വയർ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഈ സ്ഥലത്തിന് സാൻ മാർക്കോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സ്ഥലത്തിന് സാൻ മാർക്കോ എന്നും സാൻ സെക്കറിയ എന്നും പേരുണ്ട്. ബോട്ടിൽ യാത്ര ചെയ്യുമ്പോൾ 2 സാൻ മാർക്കോ സ്റ്റോപ്പ് കാണാം. ഒരു സാൻ മാർക്കോ സ്റ്റോപ്പിൻ്റെ അടിയിലായിട്ട് സാൻ സെക്കറിയ എന്നും കൂടി എഴുതിയിട്ടുണ്ടാവും. അവിടെയാണ് നമ്മൾ ഇറങ്ങേണ്ടത് ഈ സ്ഥലം കാണാനായിട്ട്. ഈ ബെൽ ടവറിൽ 5 ബെല്ലുകൾ ഉണ്ടായിരുന്നു. ഓരോ ബെല്ലും നല്ല വലിപ്പം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് മനസ്സിലാവുമെന്നറിയില്ല, സത്യത്തിൽ നല്ല വലിപ്പം ഉണ്ടായിരുന്നു. തിരിച്ചു പോകുന്ന സമയത്താണ് ഞാൻ ഈ ബെല്ല് ശ്രദ്ധിച്ചത്. അവിടുന്ന് ഇറങ്ങി ഞങ്ങൾ ബോട്ടെടുത്തിട്ട് പോയത് അക്കാഡമിയയിലേക്കാണ്. കഴിഞ്ഞ ദിവസം ബോട്ടിൽ യാത്ര ചെയ്യുമ്പോൾ നോട്ട് ചെയ്ത് വെച്ച സ്ഥലമാണ് അക്കാഡമിയ കൂടാതെ റിയാൽറ്റോയും സാൻ മാർക്കോയും ഞങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ആ 2 സ്ഥലങ്ങളും കാണാൻ പോകാനിടയായത്. അതുപോലെ നമ്മളിപ്പം അക്കാഡമിയയിലേക്ക് വന്നിരിക്കുകയാണ്. നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണിത്. റിയാൽറ്റോ പോലെയോ സാൻ മാർക്കോ അല്ലെങ്കിൽ സാൻ സെക്കറിയ പോലെയോ തിരക്കുള്ളൊരു സ്ഥലമല്ല അക്കാഡമിയ. പക്ഷേ നല്ല വ്യൂ കിട്ടി. നല്ലൊരു കാമൻ ക്വയറ്റ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ഈ അക്കാഡമിയയിലേക്ക് വന്നാൽ മതി. നല്ല ഭംഗിയുള്ളൊരു വുഡൻ ബ്രിഡ്ജ് ഉണ്ട് ഇവിടെ. ഈ ബ്രിഡ്ജ് ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ഒരു ഫേവറേറ്റ് ഏരിയ ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇവിടുന്ന് നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുമെന്നൊക്കെ കേട്ടിട്ടുണ്ട്. നമുക്ക് സ്റ്റെപ്പ് കയറിയിട്ട് ബ്രിഡ്ജിൻ്റെ മുകളിലെത്തിയിട്ട് അവിടുന്ന് എന്താ വ്യൂ എന്ന് നോക്കാം. അക്കാഡമിയയിൽ വന്നിട്ട് ഈ ബ്രിഡ്ജ് ഏരിയയിൽ മാത്രമേ കുറച്ച് തിരക്ക് കണ്ടിട്ടുള്ളൂ. വേറെ എവിടെയും ഞങ്ങൾ തിരക്ക് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ഇഷ്ടപ്പെട്ട സ്പോട്ട് ഇതാണ്. ആ ദൂരെ കാണുന്ന സാന്താ മറിയ ഡെല്ലാ സല്യൂട്ട് ബെസിലിക്ക ബാക്ക്ഗ്രൗണ്ടിൽ വന്നിട്ട് വെനീസ് കനാലിൻ്റെ ഫോട്ടോസ് എടുക്കുക എന്നുള്ളതായിരിക്കും ഓരോ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെയും ആഗ്രഹം. ഈ ബ്രിഡ്ജിൻ്റെ മുകളിൽ കാഴ്ചകളും കണ്ടുകൊണ്ട് വെറുതെ ഇങ്ങനെ നോക്കി നിൽക്കാൻ നല്ല സുഖമായിരുന്നു. അധികം വെയിലൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ വൈകുന്നേര സമയമായിട്ടുണ്ട്, വെയിലൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഒരു ആഗ്രഹം ഇവിടുന്ന് സൺസെറ്റ് കാണുക എന്നതായിരുന്നു. പക്ഷേ സൺസെറ്റ് ആവാൻ ഒരുപാട് സമയമുണ്ട്. 9 o'clock വരെ, 9 o'clock or 9:30 അതുവരെ നമ്മൾ സൺസെറ്റിനായിട്ട് വെയിറ്റ് ചെയ്യേണ്ടിയിരുന്നു. അത്രയും നേരം ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് ഞങ്ങൾക്ക് അറിയായിരുന്നു. എന്നാലും ഞങ്ങൾ കുറേ നേരം അക്കാഡമിയയിൽ വെറുതെ നടന്നു. ഞങ്ങൾ ബ്രിഡ്ജ് ക്രോസ് ചെയ്തിട്ട് അപ്പുറത്തെ സൈഡിൽ എന്തെങ്കിലും കാണാനുണ്ടോ എന്ന് നോക്കാൻ തീരുമാനിച്ചിട്ട് അങ്ങോട്ടേക്ക് നടന്നു. അങ്ങനെ നടന്ന് ഞങ്ങൾ എത്തിയത് ഒരു സ്ക്വയറിലാണ്. ഇതൊരു അത്ര തിരക്കുള്ളൊരു ഏരിയ ആയിരുന്നില്ല. കുറച്ച് കഫേസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് നടക്കാൻ വയ്യാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് ബ്രിഡ്ജിലേക്ക് തന്നെ നടന്നിട്ട് ക്രോസ് ചെയ്തിട്ട് ഈ സൈഡിൽ വന്നിരുന്നു. ഇവിടെ വന്നിരിക്കാൻ നല്ല സുഖമായിരുന്നു. ഞാൻ സൺസെറ്റിനായിട്ട് വെയിറ്റ് ചെയ്യാണ്. റിയാൽറ്റോയിലെ ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്നോ അല്ലെങ്കിൽ അക്കാഡമിയുടെ ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്നോ ആണ് എനിക്ക് സൺസെറ്റ് കാണേണ്ടിയിരുന്നത്. അതിനായിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. ഇനി ഒരുപാട് സമയമുണ്ട്. അപ്പോൾ നിഷാദ് പറഞ്ഞു നമുക്ക് വേറെ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് എവിടെന്നെങ്കിലും സൺസെറ്റ് കാണാമെന്ന്. അവിടുന്ന് കുറച്ച് ഫ്രൂട്ട് കട്ട്സും വാങ്ങിയിട്ട് ഞാൻ സൺസെറ്റിനായിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. സൺസെറ്റിൻ്റെ വിശേഷങ്ങളും മറ്റു വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.